മിക്ക വീട് വെക്കാൻ പോകുന്ന ആൾക്കാരും പറയുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളും എഞ്ചിനീയറും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഭയങ്കര പ്രശ്നമാണ്. വാസ്തുപ്രകാരം പറയുന്ന കാര്യങ്ങളുമായിട്ട് എഞ്ചിനീയർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. എഞ്ചിനീയർ പറയുന്ന കാര്യങ്ങൾ വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇവർ രണ്ടുപേരുടെയും കൂടെ ഇടയിൽ നിന്ന് ഞെരുങ്ങുവാണെന്നുള്ള രീതിയിൽ. ശരിക്കും ഇതിനൊരു പരിഹാരമില്ലേ? ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് വാസ്തുപ്രകാരമായിട്ടുള്ള കൺസെപ്റ്റും എഞ്ചിനീയറുടെ കൺസെപ്റ്റും ഓക്കെ ആകുന്ന രീതിയിൽ രണ്ടുപേർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ സാധിക്കുക, അതുപോലെ തന്നെ ഒരു രൂപ പോലും അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ എങ്ങനെയാണ് കൃത്യമായിട്ടൊരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീട് വെക്കാൻ പോകുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്, നമ്മൾ ഇത് കൊടുക്കാൻ നേരത്ത് ബിൽഡർ പറയും ഇത് എക്സ്ട്രാ വർക്കാണ്, എക്സ്ട്രാ പേയ്മെന്റ് വേണം. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇതിന് അടുക്കളയുടെ പൊസിഷൻ ശരിയല്ല, അല്ലെങ്കിൽ ഇതിന്റെ പൊസിഷൻ ശരിയല്ല, ഇത് മാറ്റേണ്ടി വരും. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഫർണിച്ചറുമായിട്ട് ചെല്ലുമ്പോഴത്തേക്കും ആ ഫർണിച്ചർ അവിടെ സ്ഥലത്ത് പറ്റത്തില്ല, അല്ലെങ്കിൽ ഡോറുമായിട്ട് ഇടയിൽ വരുന്നു. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അതിങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഈ ഫർണിച്ചർ ഇടാൻ പറ്റത്തില്ല. ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പല വീട് വെക്കാൻ പോകുന്ന ആളുകളും അനുഭവിക്കാറുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കായിരിക്കും നിങ്ങൾ ആലോചിക്കണേ, ലൈഫിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ വീടെന്ന് പറഞ്ഞത്. ഈ വീട് വെക്കാൻ വേണ്ടി നമ്മൾ ഈ ആഗ്രഹിച്ച പോലെ ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? അപ്പോൾ നിങ്ങളൊരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന ആളുടെ കൊടുത്തതിന് ശേഷം അതിനകത്ത് കൃത്യമായിട്ട് പറയും അദ്ദേഹം വാസ്തുവിന്റെ പോയിന്റ് ഓഫ് വ്യൂലുള്ള കൃത്യമായിട്ട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, ഏതൊക്കെ കോൽക്കണക്കാണ്, ഏതൊക്കെ മുറികളുടെ പൊസിഷനാണ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുശേഷം ആ മുറിക്കകത്ത് ഏതൊക്കെ ഫർണിച്ചറുകളാണ് ഇടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വീട് പണിയുന്നതിന് മുമ്പായിട്ട് തീരുമാനിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു മുറിക്കകത്ത് ഇന്ന ഇന്ന ഫർണിച്ചറുകളാണ് എനിക്ക് വേണ്ടത്. ഇത്ര ഫർണിച്ചറുകൾ വരാൻ വേണ്ടി എത്രയാണോ എനിക്ക് ആ റൂം വേണ്ടത് അത്രയും മതി. കാരണം ഞാൻ എൻ്റെ ഭാവിയിൽ ഇതിൽ കൂടുതലൊന്നും ഫർണിച്ചറുകളൊന്നും അതിനകത്ത് ഇടാൻ പോകുന്നില്ല. അപ്പൊ അനാവശ്യമായിട്ട് ഒരു വലിയ റൂം വെച്ചിട്ട് ആകെ കുറച്ച് ഫർണിച്ചർ ഇടുന്നതിനകത്ത് അർത്ഥമില്ല. നമുക്ക് എന്താണ് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ മേടിക്കാൻ പോകുന്ന ഫർണിച്ചറുകൾ, ആ ഫർണിച്ചർ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു റൂമും കാര്യങ്ങളൊക്കെ വെച്ചാൽ മതി. കാരണം അപ്പൊ ആ ഒരു ഒപ്റ്റിമം ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച്, നമ്മുടെ ഫർണിച്ചർ ലേഔട്ട് അനുസരിച്ച് വാസ്തുവിന്റെ പോയിന്റ് ഓഫ് വ്യൂ കൃത്യമാകുന്ന രീതിയിൽ കൃത്യമായിട്ടൊരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കും. അതിനുശേഷം അതിന്റെ ഇന്റീരിയർ, എക്സ്റ്റീരിയർ, അതുപോലുള്ള കാര്യങ്ങൾ, പെയിന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം തീരുമാനിക്കും. മെറ്റീരിയൽ സെലക്ഷൻ, മെറ്റീരിയൽ ഏത് മെറ്റീരിയലാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെ നമ്മൾ തീരുമാനിച്ച് എല്ലാം ഓക്കെ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ബിൽഡറുമായിട്ട് റേറ്റും കാര്യങ്ങളും പറയാവുള്ളൂ. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എക്സ്റ്റീരിയർ കാണിക്കുക, അല്ലെങ്കിൽ ഇത് കാണിച്ചു വെച്ചിട്ട് ബാക്കി ടൈൽ എടുക്കുമ്പോഴത്തേക്ക് അന്നേരം പറയാം, ഇത് എടുക്കുമ്പോൾ ഇപ്പൊ പറയാം. മിക്ക ആളുകൾ എടുക്കുമ്പോഴത്തേക്കും പ്രധാന പ്രശ്നം വെച്ചാൽ മെറ്റീരിയൽ സെലക്ഷൻ എടുക്കാൻ നേരത്ത് ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാർ മിക്കവാറും മിനിമം കോസ്റ്റിലുള്ള മെറ്റീരിയൽ സെലക്ഷൻ ആയിരിക്കും വെക്കുന്നത്. ഇത് പറയും ഇത് ഈ മെറ്റീരിയൽ വെച്ച് ചെയ്യാം, ഇത്ര രൂപയായിരിക്കും വരുന്നത്. പക്ഷെ നിങ്ങൾ എടുക്കാൻ പോകുന്ന നേരത്ത് അവർ പറയും ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഈ ഒരു മെറ്റീരിയൽ എടുക്കുന്ന കേട്ടോ, അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഈ മെറ്റീരിയൽ എടുക്കുന്നതായിരിക്കും, ഈ മെറ്റീരിയൽ എടുത്താൽ കുറച്ചും കൂടെ നല്ലതെന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ഓർക്കും, ഇത്രയും നമ്മൾ പൈസ കൊടുക്കുമല്ലോ, ഇനി ആ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് നോക്കണ്ട, കുറച്ചുകൂടെ കൂടിയ മെറ്റീരിയൽ എടുക്കണം. ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്ത് വെച്ച് ഓരോ മെറ്റീരിയൽ എടുക്കാൻ നേരത്തും നമ്മൾ കൂടുതൽ ചെയ്യുമ്പോഴത്തേക്കും ടോട്ടൽ നമ്മുടെ എമൗണ്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആദ്യമേ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും തന്നെ, സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഏതൊക്കെ മെറ്റീരിയൽ ആണ്, ഏതൊക്കെ സ്റ്റീലിന്റെ ആണ്, എന്തൊക്കെയാണ് വേണ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമാക്കിയിട്ട് സെറ്റ് ചെയ്ത് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് തീരുമാനിച്ച് അതിനുശേഷം നമുക്ക് ഒരു രീതിയിലുള്ള മാറ്റങ്ങളോ റീവർക്കുകളോ വരാത്ത രീതിയിൽ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സ്മൂത്ത് ആയിട്ട് നമുക്ക് പണി നടക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ഇന്റീരിയർ ചെയ്യണം, എക്സ്റ്റീരിയർ ചെയ്യണം, ഏതൊക്കെയാണെന്നുള്ളത് ചെയ്യണം, ഇലക്ട്രിക്കൽ ലേഔട്ട് ചെയ്യണം. അതുപോലെ എല്ലാ കാര്യങ്ങളും കൃത്യമാക്കി ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് റീവർക്ക് ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. അനാവശ്യമായിട്ട് റീവർക്ക് ചെയ്യുമ്പോഴത്തേക്കുമാണ്, അല്ലെങ്കിൽ റീഡിസൈൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ സമയം ഒത്തിരി പോവുകയും അതുപോലെ തന്നെ സാമ്പത്തികവും നഷ്ടമാകുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നിങ്ങളാരും പോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഈ രീതിയിൽ വീടിന്റെ എ ടു സെഡ് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ആ ഫീൽഡിലെല്ലാം എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ വേണം അല്ലേ, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാവരെ കൊണ്ടും ഇതെല്ലാം എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്നൊരു കമ്മ്യൂണിറ്റിയുടെ ആശയം വന്നത്. ആ കമ്മ്യൂണിറ്റിക്കകത്ത് വാസ്തുവിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുണ്ട്, എഞ്ചിനീയറിംഗ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുണ്ട്, ബിൽഡിംഗിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും അവരുടേതായ നോളജ് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർക്ക് കൂടെ കിട്ടുകയും ചെയ്യും. അവസാനം ഒരു ഗ്രൂപ്പായിട്ട്, ഒരു ഫാമിലി ആയിട്ട്, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈസി ആയിട്ട് ഒരു ഫ്ലോർ പ്ലാൻ അല്ലെങ്കിൽ വീട് ക്രമീകരിച്ചു കൊടുക്കുകയും ചെയ്യാൻ സാധിക്കും. 2026 കേരളത്തിൽ എല്ലായിടത്തും വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന രീതിയിൽ, വാസ്തു തൊട്ട് ബിൽഡിംഗ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നതാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന കമ്മ്യൂണിറ്റി ആശയം. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ എല്ലാ ഫീൽഡിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന ആളാണെങ്കിൽ ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഒപ്പീനിയൻ എടുക്കാവുന്നതാണ്. ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വരുന്ന വെള്ളിയാഴ്ച രാത്രി 8:30 ലൈവായിട്ട് ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്.
അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ വാസ്തുപ്രകാരം കൃത്യമായിട്ട് ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്നത്, അതുപോലെ തന്നെ AI ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഫർണിച്ചർ ലേഔട്ട് ഒക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലൈവായിട്ട് ഫ്രീ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. 2026 നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും വന്ന് വർക്ക് ചെയ്യുന്ന രീതിയിലേക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ള രീതിയിലുള്ള പഠനമാണ്. ഇപ്പം നമ്മൾ കമ്മ്യൂണിറ്റിക്കകത്ത് പഠനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിച്ച് 2026 ആകുമ്പോഴത്തേക്കും നിങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും വരുന്ന രീതിയിലേക്കുള്ള വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഈ വെള്ളിയാഴ്ചത്തെ രാത്രിയിൽ 8:30 ലൈവായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈവ് വെബിനാർ നേരിട്ട് കാണാം. താങ്ക് യു.